സീനിയർ സിറ്റിസൺസ് അഥവാ മുതിർന്ന പൗരന്മാർ ഒരുപാട് ക്ലേശതകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ പൗരാണികമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും കരികാലമാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കുറഞ്ഞു പോകും. അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളെ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കാൻ കഴിയാത്ത, മക്കൾ തങ്ങളിൽ മത്സരിക്കുന്ന, വളരെ മൃഗീയമായി മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്ന, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വേണ്ട പരിഗണന കിട്ടാത്ത, അല്ലെങ്കിൽ ഈ വൃദ്ധസദനങ്ങളെല്ലാം കൂണുപോലെ മുളയ്ക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ കടന്നു നോക്കുന്നത്. എന്താണ് പുതിയ തലമുറയ്ക്ക് പറ്റിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ പലരും പറയുന്നത്, ചെറുപ്പകാലത്ത് ആ കുട്ടികളെ നോക്കാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ടായിരുന്നില്ല, അവരെന്ത് ചെയ്തു, ഈ കുട്ടികളെ കൊണ്ട് പിന്നെ ബേബി സിറ്റിങ്ങിനും അതുപോലെ ക്രഷിലും ഒക്കെ കൊണ്ടാക്കി. അതിനുശേഷം മുതിർന്നു വന്നപ്പോൾ ഇവർ അധികവും ഇപ്പോൾ ചെറുപ്പക്കാരെ മാതാപിതാക്കളെ കളഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാനാണ് താല്പര്യം. അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാകും, രണ്ടുപേരും വിദേശത്ത് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് മരിക്കുന്നത് വരെയും, മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞാൽ മാത്രമാണ് ഒരുപക്ഷെ അവരിവിടെ വന്നൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ള സീനിയർ സിറ്റിസൺസിൻ്റെ, മുതിർന്ന പൗരന്മാരുടെ ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ലേശതകൾ പുറം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മറ്റ് വിശേഷങ്ങൾ, അവർ ഒരുപാട് ഇതെല്ലാം, ഈ ക്ലേശതകളെല്ലാം മറന്നുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ഈ പ്രായത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരുണ്ട്. ഇപ്പോഴും വളരെ ബിസി ആയിട്ട് ഒരുപാട് അവരുടെ ഹോബികളിലും അതുപോലെ തന്നെ എഴുത്തിലും വായനയിലും പ്രസംഗത്തിലും ഗാനരചനയിലും ഓട്ടത്തിലും മത്സരത്തിലും വെറ്ററൻ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്ത് നേട്ടങ്ങൾ നേടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഈ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് ഈ മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ അവരെ സംരക്ഷിക്കാൻ മതിയാവുമോ? ഈ നിയമം വേണ്ട രീതിയിൽ അത് അത് പരിപാലിപ്പിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിയമപാലകർ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ ജീറിയാട്രിക് വാർഡ് പോലെയുള്ള സംഭവങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ജീറിയാട്രിക് വാർഡ് ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിന് ജീറിയാട്രിക് വാർഡും ജീറിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട്. കേരളത്തിൽ ഇതൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. 9ാം വാർഡിനെ കുറിച്ച് കണ്ണേ മടങ്ങുക എന്നുള്ള പറഞ്ഞൊരു ചിത്രത്തിനകത്ത് ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? വെറും നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ കേരളത്തിലുള്ള മുതിർന്ന പൗരന്മാരുടെ ഒരു സന്ദർഭം. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രിയങ്കരനായ നമ്മുടെ തകഴി ഹരിദാസ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത ഉദിക്കുകയും ആ ചിന്തയുടെ ഒരു പൂർത്തീകരണം എന്നുള്ള തലത്തിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സീനിയർ സിറ്റിസൺസിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും അവരുടെ ക്ലേശതകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവരുടെ നന്മകൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഈ ചാനലിൻ്റെ ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ തങ്കൻ തിരുവട്ടാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഗാനരചനാ രംഗത്ത്, ഭക്തി ഗാനരചനാ രംഗത്ത് ഒരുപാട് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് അധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തി, ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തി, ഒരുപാട് മറക്കാനാകാത്ത, അതായത് ആറ്റുകാലമ്മയെ കുറിച്ചൊക്കെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല വരുന്നു, ആറ്റുകാലമ്മയെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ, ദേവിയുടെ മുന്നിൽ നിന്നിട്ട് ആ പാട്ടുകൾ സ്മരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെക്കുറിച്ച്, അദ്ദേഹം ഈ ഗാനങ്ങൾ എടുക്കുന്ന തയ്യാറെടുപ്പുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച്, പഠനകാലത്തെക്കുറിച്ച്, ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം.